നമസ്തേ. ജാതിമത ഭേദമന്യേ ഓരോ ഭാരതീയനും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഏതാണ്, ഒരു ആരാധനാലയം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം പ്രാചീനമായിട്ടുള്ള നമ്മുടെ ക്ഷേത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ, ഉദാഹരണത്തിന് ചെരുപ്പിട്ട് കയറാൻ പാടില്ലാത്ത സ്ഥലത്ത് ചെരുപ്പിട്ട് കയറുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ ചിലർ ചെയ്തു കാണുമ്പോൾ എല്ലാ മലയാളിയുടെ മനസ്സിന്റെയും ഉള്ളിന്റെ ഉള്ളിൽ, ഏത് ഭാരതീയന്റെ മനസ്സിന്റെയും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. ഇതൊരു വർഗീയതയിലൂന്നിയ വേദനയല്ല തീർച്ചയായിട്ടും. ഇത് തന്റെ അസ്തിത്വം അഥവാ സ്വത്വബോധത്തിനെയാണ് അവിടെ ചെരുപ്പിട്ട് ചവിട്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് മുറിവേൽപ്പിക്കുന്നത്. പഴയ ക്ഷേത്രങ്ങൾ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾക്കൊരു പ്രത്യേക താല്പര്യം തോന്നിയിട്ടുണ്ടായിരിക്കും. എല്ലാ ഭാരതീയനും, കേരളത്തിലുള്ളവർക്കാണെങ്കിലും പഴയ അമ്പലങ്ങൾ, ഇനി പള്ളികളായാലും അല്ലെങ്കിൽ ദേവാലയങ്ങളായാലും, അത് പഴയത്, പണ്ടത്തെ ഏൻഷ്യന്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ, ക്ഷേത്രങ്ങളാണെങ്കിലും കാവുകളാണെങ്കിലും ആൽത്തറകളാണെങ്കിലും അമ്പലക്കുളങ്ങളാണെങ്കിലും ഒക്കെ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കാൾ ഗുസ്താവ് യുങ് പറഞ്ഞിട്ടുള്ള കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് ആൻഡ് അവർ മെമ്മറി നമ്മുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് ഹെറിഡിറ്റി വഴി ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നതിന്റെ ഒരു തെളിവായിട്ട് പോലും പലപ്പോഴും ചിന്തിക്കാൻ തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ക്ഷേത്രങ്ങളിൽ പ്രവേശനം ലഭ്യമായ സ്ഥലങ്ങളിൽ ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റിവിറ്റി വളരെയധികം ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ഭാരതത്തിലുള്ള പല സ്ഥലങ്ങളിലൂടെയും പ്രവേശിക്കാൻ കഴിയുന്ന പല മതങ്ങളുടെ ആരാധനാലയങ്ങളിലും പ്രവേശിക്കുമ്പോൾ ഏൻഷ്യന്റ് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് ബേസിൽ ഉണ്ടാക്കിയിട്ടുള്ള പല സ്ഥാപനങ്ങൾ, ലൈക്ക് ലോട്ടസ് ടെമ്പിൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇറങ്ങി വരാനായിട്ട് തോന്നുകയില്ല. എന്താണ് ഇതിന്റെ കാരണം? ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നത് അഗമശാസ്ത്ര എന്ന് പറയുന്ന ഒരു സയൻസ് ഉപയോഗിച്ചാണ്. ഒരുപക്ഷെ നമുക്ക് വാസ്തുവിദ്യയുടെ ഒക്കെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഒരു അവസ്ഥ, അവിടെ പ്രതിഷ്ഠ വെക്കുന്നത് അല്ലെങ്കിൽ ശ്രീകോവിൽ എങ്ങോട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇരിപ്പിടങ്ങൾ എങ്ങോട്ടായിരിക്കണം, അതിന്റെ ദർശനം എങ്ങോട്ടായിരിക്കണം, അതിലേക്ക് കോസ്മിക് എനർജിയുടെ ഫ്ലോ ഏറ്റവും കൂടുതൽ അതിലേക്ക് ആവഹിച്ചെടുക്കുന്ന രീതിയിലാണ് ഇത്തരം പ്രാചീന ആരാധനാലയങ്ങൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്ന സമയത്ത് ഭയങ്കര എനർജി, കോസ്മിക് എനർജി, അതിന്റെ ഫ്ലോ, അതിന്റെ കാംനെസ് നമ്മുടെ അബോധ തലങ്ങളെ സ്വാധീനിക്കുകയും നമുക്ക് നല്ലൊരു പീസ് അറ്റൈൻ ചെയ്യാനായിട്ടും സാധിക്കുന്നു. മാത്രവുമല്ല, ഇത് എക്കോസിസ്റ്റത്തിനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിലനിർത്തുന്നതിൽ നമ്മുടെ പൂർവികർ വളരെ വിജയം കൈവരിച്ചവരാണ്. കാവുകളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ജലാശയമുണ്ട്, വിവിധ തരത്തിലുള്ള മരങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്. അതിന്റെ ഉള്ളിൽ കാവ് തീണ്ടരുത് എന്നൊരു ചൊല്ലുപോലും ഉണ്ട്. അത് നശിപ്പിക്കരുത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു എക്കോസിസ്റ്റത്തിനെ അവിടെ നിലനിർത്തുകയാണ്. ഇന്നത്തെ കാലത്തും തീർച്ചയായിട്ടും കാവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൊന്നും വില കൊടുത്ത് സംരക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രാചീനമായിട്ടുള്ള ദേവാലയങ്ങൾ, അത് ക്രിസ്ത്യൻ ദേവാലയമായാലും ഒരു മോസ്ക് ആയാലും, അത് നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ ആ പഴയ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കെട്ടിടങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് അത്രയും ആകർഷണം തോന്നില്ല. എന്നാൽ അതൊരു സീരിയസ് ആർക്കിടെക്ചർ, ഈ പഴയ ശാസ്ത്രത്തിന്റെ ഒരു ഉപയോഗം അവിടെ നടന്നു കാണുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും. പലതിൽ നിന്നും വ്യത്യസ്തമായി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നന്ദി പറയണമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിനോട് ചോദിച്ചു മേടിക്കണമെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ, പ്രാർത്ഥന നയിക്കുവാനോ ഒന്നും അവിടെ ആരുമില്ല. ആളുകൾ അവരുടെ പാദരക്ഷകൾ പുറത്തഴിച്ചു വെച്ച് ആ മണ്ണിലൂടെ നഗ്നപാദം കൊണ്ട് നടന്നു പോകുമ്പോൾ തന്നെ എർത്തുമായിട്ട് കണക്റ്റഡ് ആണ്. ഒപ്പം ചെന്നെത്തുന്നത് ഒരു ആൽമരത്തിന്റെ ചുവട്ടിലേക്കായിരിക്കാം. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രവഹിക്കുകയാണ്. അപ്പൊ ആ ഒരു ഓക്സിജൻ, അതുപോലെ തന്നെ നമ്മൾ ചെന്നു കയറുന്നത് ഇത്രയും അഗ്രഗണ്യമായിട്ടുള്ള ശാസ്ത്രം ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു നിർമ്മിതിയുടെ അടുത്തേക്ക് മാറുന്ന സമയത്ത് നമ്മളെ മനുഷ്യനെ നവീകരിക്കുകയാണ്, റീചാർജ് ചെയ്യുകയാണ്. അപ്പൊ ദീസ് ടെമ്പിൾസ് എന്ന് പറയുന്നത് റീചാർജിങ് സെന്റേഴ്സ് ആണ്. സദ്ഗുരു പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. ഇന്ത്യൻ ടെമ്പിൾസ് പ്രാർത്ഥിക്കാൻ മാത്രമുള്ള സ്ഥലമല്ല, അത് റീചാർജിങ് സെന്റേഴ്സ് കൂടിയാണ്. വളരെ പ്രാചീന കാലത്തൊക്കെ ആളുകൾ ഈ ക്ഷേത്രങ്ങളിൽ യോഗനിദ്ര പ്രാപിച്ച് കിടക്കുന്നത് കാണാനാകുമായിരുന്നു എന്നാണ് ചില ചിന്തകർ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ വരുന്നു, യോഗ ചെയ്യുന്നു, യോഗനിദ്രയിലേക്ക് മുഴുകുന്നു. അപ്പം ദേ ആർ ഗെറ്റിംഗ് റീചാർജ്ഡ്. അവിടെ ദൈവത്തിന് മനുഷ്യന്റെ എല്ലാ കാര്യവും അറിയാം. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മളൊരു പ്രത്യേക കാര്യം വേണമെന്നും അല്ലെങ്കിൽ മറ്റൊന്നിന് ഭയത്താൽ നന്ദി പറയുകയും ചെയ്യുന്നത് എന്നാണ്. ദേ ആർ ജസ്റ്റ് അവിടെ പോയി നമ്മൾ കാമായിട്ടിരിക്കുന്ന സമയത്ത് ദ ക്രിയേറ്റർ എല്ലാം കാണുന്നു. അവിടുത്തെ ബ്ലെസ്സിങ് കോസ്മിക് ഫ്ലോ വഴി ചൊരിഞ്ഞു കൊടുക്കുകയുമാണ്. സോ റീചാർജ് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും ശക്തരായി.
അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ, അത് ഏത് മതത്തിന്റെയും ആയിക്കോട്ടെ, അവിടെ പോയി കുറച്ച് സമയം ചെലവഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു സൈക്കോളജിസ്റ്റിനോ മറ്റെന്തെങ്കിലും ഒരു ആധുനിക സംവിധാനത്തിനോ ജിംനേഷ്യത്തിനോ ഒന്നും തരാൻ പറ്റാത്തൊരു സുഖം ലഭിക്കുന്നത്. അത് ശാരീരികവും മാനസികവും ആത്മീയമായതുമായ ഒരു കാംനെസ് നമുക്ക് അവിടെ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിന്റെ, എസ്പെഷ്യലി കേരളത്തിന്റെ മതമൈത്രി തകർന്നു പോകാതെ അമ്പലങ്ങളിൽ നിന്ന് സുപ്രഭാതങ്ങളിൽ കേൾക്കുന്ന സംഗീതവും, പള്ളികളിൽ നിന്ന് കേൾക്കുന്ന മണിയടിയും, മോസ്കുകളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കുവിളിയും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി നമ്മുടെ അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽക്കട്ടെ. അതിനെ നശിപ്പിക്കാൻ വരുന്ന ആളുകളാണ് നമ്മളുടെ പൊതുശത്രു. അല്ലാതെ വേറൊരു മതത്തിലോ വേറൊരു സംവിധാനത്തിലോ വിശ്വസിക്കുന്നവനല്ല നമ്മുടെ ശത്രു എന്നതും കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് മത രാഷ്ട്രീയ ഫ്രെയിംവർക്കുകൾ അല്ലെങ്കിൽ ഡിവിഷൻസിന് അപ്പുറത്തേക്ക് മനുഷ്യനായി നിന്നുകൊണ്ട് ലോക നന്മയ്ക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി മാത്രം ഒരു പ്രത്യയശാസ്ത്രം കൈവച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ മനുഷ്യത്വം ഈ ഒരു ആധുനിക യുഗത്തിൽ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബാർബേറിയൻസ് ആണ് ഫൈറ്റ് ചെയ്യുന്നത്. വി ആർ ഹിയർ നോട്ട് ടു ഫൈറ്റ്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് സ്വയം ഉയരുകയും ചുറ്റിനുള്ളവനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമസ്തേ.